അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം. ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാറ്റിൻ്റെയും കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല പ്രോട്ടീനും നല്ല വിറ്റാമിൻസും ഉള്ള ഒരു വിഭവമാണ്. ആർക്കും കഴിക്കാം. എസ്പെഷ്യലി ഗർഭിണികൾക്കൊക്കെ നന്നായി പറ്റുന്ന ഒരു സാധനമാണ്. ചെറുപയറിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മളുടെ ആ ഒരു വെജിറ്റബിൾ മിക്സിക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇത് നമ്മൾ ബനാന സ്റ്റെം എന്ന് പറയും. നമുക്കറിയാം ഇന്നിത്തണ്ട് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. എന്താണെന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിൽ തന്നെ പലതുമാണ് പറയാറ്. ഇത് നല്ല ചിരങ്ങയാണ്. ഇതിന് നിങ്ങൾക്ക് ഇനി പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ ആഡ് ചെയ്യാം. അതുപോലെയുള്ള വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങൊക്കെ ആഡ് ചെയ്യാം. ഞാനിതിൽ ചിരങ്ങ, ഉണ്ണിത്തണ്ട്, പിന്നെ നമ്മളുടെ ലീഫിലെ നല്ല ഗുണങ്ങളുള്ള ചീര, അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെ മിക്സ്, നമ്മൾ ചിരങ്ങ, ഉണ്ണിത്തണ്ട്, ചീര, ഇത് നമ്മൾ വേവിക്കണം, നന്നായി വേവിക്കണം. അത് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു കഷ്ണം പുളി ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 4 കുരു തന്നെയാണ്. അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കുതിർത്ത് അതിൻ്റെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് വേവിക്കാൻ. അപ്പോൾ ഞാൻ അതിലേക്കത് ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാനിതിൽ പുളിവെള്ളം ഒഴിച്ചു, പിന്നെ സാൾട്ട് ആഡ് ചെയ്തു, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാം. അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് ചെറുപയർ ചേർക്കുന്നുണ്ട്. പറയുന്ന പയറാണ്. അപ്പോൾ ആ ചെറുപയർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ ഒരു 8 മണിക്കൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും. അത് പെട്ടെന്ന് പോകുമല്ലോ. അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പുളിവെള്ളത്തിൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ മിക്സിക്ക് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നത്. ഉണക്കമുളക്, ഞാനിത് കുറച്ച് എരിവ് കുറവാണ്, അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് പച്ചരി, മല്ലി 1 സ്പൂണ്, 4 സ്പൂണ് തേങ്ങ ചിരവിയത്, ഉലുവ, 1 നുള്ള് ജീരകം, 1 സ്പൂണ് ഉഴുന്ന്. ഇനി നമുക്ക് വീട്ടിൽ കായം പൊടി ഇല്ലെങ്കിൽ നമ്മൾ കായത്തിൻ്റെ ഒരു പീസ് ഉണ്ടാവില്ല, അപ്പോൾ ഒരു ചെറിയ പീസ് നമ്മൾ മിക്സ് ചെയ്യും. ഇനി നന്നായി വറുത്ത്